Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 വെക്ടർ ആൾജിബ്ര എക്സസൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10.1 എളുപ്പം 10.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ എക്സസൈസ് ചെയ്യാം. ഓക്കെ, വളരെ ഈസിയാണ്. വെക്ടർ ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് 12th. സോ ആരും ഇത് മിസ് ചെയ്യരുത്, എളുപ്പമാണ് പഠിക്കാൻ വേണ്ടി. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോളോയിങ് വെക്ടേഴ്സ്. അതായത് നമുക്ക് എ എന്ന് പറഞ്ഞ ഒരു വെക്ടർ വന്നിട്ടുണ്ട്, ബി വെക്ടർ ഉണ്ട്, സി വെക്ടർ ഉണ്ട്. നമുക്ക് കാണേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് 3 വെക്ടേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് എ വെക്ടർ എടുത്തു. ഓക്കെ, എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എ വെക്ടർ. വെക്ടർ എ ഈസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വെറും കെ എന്ന് വെച്ചാൽ 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത വെക്ടർ? വെക്ടർ ബി ആണ്. സോ വെക്ടർ ബി ഇസ് ഈക്വൽ ടു തന്നിട്ടുള്ള എന്താണ്? 2i ക്യാപ് മൈനസ് 7j ക്യാപ് മൈനസ് 3k ക്യാപ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 4 പ്ലസ് 7ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 49 plus, okay, 3 into square that is 9. 49 plus 9 plus 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്? 62 എന്ന് കിട്ടും അല്ലേ? സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 62. ഓക്കെ, അതാണ് വെക്ടർ ബി ന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി അടുത്ത എന്താണ്? സി തന്നിട്ടുണ്ട് അല്ലേ? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇസ് ഈക്വൽ ടു 1 by root 3 i cap plus 1 by root 3 j cap minus 1 by root 3 k cap. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇങ്ങനെ എഴുതുന്നത്? വെക്ടർ സി ഇതാണ് മാഗ്നിറ്റ്യൂഡിന്റെ സെന്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ കിട്ടുന്നത് 1 by root 3 ആണ് അല്ലേ? 1 by root 3 അല്ലേ അതിന്റെ കൂടെ കിടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ 1 by root 3 മുഴുവൻ എടുക്കണം. 1 by root 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ്? 1 by root 3 തന്നെയാണ്. 1 by root 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് വീണ്ടും 1 by root 3 the whole square. Okay അല്ലേ? So that is equal to root of, okay, root 3 square ചെയ്യുമ്പോൾ നമുക്ക് 3 വരും. So 1 by 3 plus 1 by 3 plus 1 by 3. Okay, that is root of 3 by 3 എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആൻസർ 1 ആണ്. സോ ഇതൊരു യൂണിറ്റ് വെക്ടർ ആണ്. 1 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്റെ ബിന്റെ സിന്റെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Question number 2. Write two different vectors having same magnitude. രണ്ട് വെക്ടേഴ്സ് വേണം, രണ്ട് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്താ ഇപ്പം എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത്? വെക്ടർ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ഓക്കെ, സോ രണ്ട് വെക്ടർ നമ്മൾ എഴുതുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് വെക്ടർ ഉണ്ടാക്കുകയാണ്. ഒരു എക്സാമ്പിൾ, ഒന്നാമത്തെ വെക്ടർ ഞാൻ എ ഈസ് ഈക്വൽ ടു എന്താ 2i പ്ലസ് 4j. ഓക്കെ, അല്ലെങ്കിൽ 5j എടുക്കട്ടെ. 5j എടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ വെക്ടർ എന്താണ്? അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? എങ്ങനെ വരണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 25. 5 5 are 25 അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 29. റൂട്ട് 29 ആണ് നമ്മുടെ ആൻസർ വേണ്ടത്. സോ ഈ വെക്ടർ നമ്മൾ എന്താണ് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് റൂട്ട് 29 തന്നെ വരും. അതെന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇങ്ങോട്ട് നമ്മൾ എന്താണ് ഇന്റർചേഞ്ച് ചെയ്താൽ പോലെ. അതായത് ഇവിടെ 5i നമുക്ക് 5 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ഞാൻ 5i പ്ലസ് 2j തിരിച്ച്. ഓക്കെ, അപ്പൊ എന്താ വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരുന്നത്? റൂട്ട് ഓഫ് 25 പ്ലസ് 4 തന്നെ വരത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 29. ഓക്കെ, അപ്പൊ രണ്ട് വെക്ടേഴ്സ് എന്താണ്? സെയിം മാഗ്നിറ്റ്യൂഡ് ആയി. 2 ഡിഫറെന്റ് വെക്ടേഴ്സ് ആണ് എന്താ? സെയിം മാഗ്നിറ്റ്യൂഡ്.
Okay, next question. Question number 3. Write two different vectors having same direction. Okay, same direction ഉള്ള രണ്ട് വെക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സെയിം ഡിറക്ഷൻ ഉള്ള രണ്ട് വെക്ടേഴ്സിന്റെ റേഷ്യോസ് സെയിം ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് അല്ല 2i പ്ലസ് 5i എടുക്കാം നമുക്ക്. 5i. ഓക്കെ, 5i പ്ലസ് 5j പ്ലസ് 5k. ഓക്കെ, സെയിം റേഷ്യോസ് വരണം. അതായത് ബി ഇസ് ഈക്വൽ ടു, ഞാൻ 3 എടുത്തു, 3i പ്ലസ് 3k പ്ലസ് 3j പ്ലസ് 3k. ഓക്കെ, എന്താ ഈ രണ്ട് വെക്ടേഴ്സിന് സെയിം ഡിറക്ഷൻ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. കാരണം എന്താണ്, ഇതിന്റെ റേഷ്യോസ് നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് 5/3 എന്നാ വരുന്നത് i. ഓക്കെ, ഇവിടെ 5/3 ആ വരുന്നത്, ഇവിടെയും 5/3 ആ വരുന്നത്. ഓക്കെ, സോ ഇഫ് ദ റേഷ്യോ, സിമ്പിൾ വേർഡ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ റേഷ്യോസ് സെയിം ആണെങ്കിൽ, ഓക്കെ, ഈ രണ്ട് റേഷ്യോസ് സെയിം ആണെങ്കിൽ എന്താണ്, ഡയറക്ഷൻ എന്താണ്, സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിന് ഫുൾ ഈക്വൽ കൊടുക്കുക, ഇതും ഫുൾ ഈക്വൽ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമുക്ക് സെയിം ഡിറക്ഷനിൽ രണ്ട് വെക്ടേഴ്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ സോ ദാറ്റ് ദ വെക്ടേഴ്സ് 2i plus 3j and xi plus yj are equal. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2i plus 3j എന്ന് പറഞ്ഞ വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു xi plus yj ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, എന്തിട്ട് കണ്ടുപിടിക്കുന്നത്, എന്താണ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എക്സിന്റെ പ്ലേസിൽ എന്താണ് 2, വൈന്റെ പ്ലേസിൽ എന്താണ് ഇവിടെ 3. സോ എക്സ് ഇസ് ഈക്വൽ ടു 2, y is equal to 3 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ഫൈൻഡ് ദ സ്കേലാർ ആൻഡ് വെക്റ്റർ കമ്പോണൻറ്റ്സ് ഓഫ് ദ വെക്റ്റർ വിത്ത് ഇനീഷ്യൽ പോയിന്റ് 2, 1 ആൻഡ് ടെർമിനൽ പോയിന്റ് -5, 7. ഓക്കെ, സോ നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്. അപ്പം എ എന്ന് പറഞ്ഞ പോയിന്റ് 2, 1ഉം ബി എന്ന് പറഞ്ഞ പോയിന്റ് -5ഉം 7ഉം ആണ്. ഓക്കെ, നമുക്ക് എന്താ കാണുന്നത്, ഫൈൻഡ് ദ സ്കേലർ ആൻഡ് വെക്റ്റർ കമ്പോണന്റ്. സോ എ ബി എന്ന് പറഞ്ഞ എന്താണ്, ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ, ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബി. ഓക്കെ, സോ നമുക്ക് കാണുന്നത് ഈ വെക്ടർ ആണ്, വെക്ടർ വിത്ത് ഇനീഷ്യൽ പോയിന്റ് 2, 1 ആൻഡ് ഫൈനൽ പോയിന്റ് -5, 7. ഓക്കെ, ഈ വെക്ടർ നമ്മൾ എങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ എ ബി ആണ് നമ്മൾ കാണുന്നത് അല്ലെ. വെക്ടർ എ ബി ആണ് നിങ്ങൾ കാണേണ്ടതെങ്കിൽ ബി എ ബി എന്ന് പറയുമ്പോൾ ബിന്റെ കമ്പോണൻസിനെ നമ്മൾ എന്റെ കമ്പോണൻസ് കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അതായത് വെക്ടർ എ ബി എങ്ങനെയാണ് കാണുന്നത്, -5ഉം -2, അതായത് ബിന്റെ കമ്പോണൻസിനെ എന്റെ കമ്പോണൻസ് കൊണ്ട്, എന്റെ പോയിന്റ്സ് കൊണ്ട് നമ്മൾ എന്താണ് മൈനസ് ചെയ്യണം. അതായത് ഒന്നാമത്തെ എന്താ പറയുക, -5 -2 ദാറ്റ് ഈസ് -7. ഓക്കെ അല്ലെ, -7i ഒന്നാമത്തത്. ഓക്കെ, പ്ലസ് ഇനി എന്താണ് 7 ആണ് ബിന്റെ. ഓക്കെ, 7 - 1 ദാറ്റ് ഈസ് 6j. ഇത് രണ്ടും ഉള്ളു അല്ലെ. സോ -7i plus 6j, ഇങ്ങനെയാണ് നമ്മൾ വെക്ടർ കണ്ടുപിടിക്കുന്നത്, എ ബി എന്ന് പറഞ്ഞ വെക്ടർ. ഓക്കെ, ബി എ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, എ ബി എ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ബി എ. ഓക്കെ, എ ബി ആകുമ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക, ബി എ ആകുമ്പോൾ എന്താണ് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക, തിരിച്ച്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്താണ് വെക്റ്റർ കമ്പോണന്റ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സ്കേലാർ കമ്പോണന്റും കാണുക. സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ഷൻ ഇല്ലാതെ സെയിം. അതായത് സ്കേലാർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, -7ഉം 6ഉം. അതായത് നമുക്ക് ഡയറക്ഷൻ ഇല്ല, -7ഉം 6ഉം, അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ഫൈൻഡ് സം ഓഫ് വെക്ടേഴ്സ് എ ഇസ് ഈക്വൽ ടു, എളുപ്പമാണ്, സം ഓഫ് വെക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. Vector A is equal to I minus 2j plus k and B is equal to -2i plus 4j plus 5k. C is equal to I minus 6j minus 7k. Okay. So എന്താണ്, നമുക്ക് ആഡ് ചെയ്യണം, സം കാണുകയാണ്. സോ വെക്ടർ A plus വെക്ടർ B plus വെക്ടർ C എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് I cap minus 2j cap plus k cap. Okay. Plus second vector
minus 2i cap plus 4j cap plus 5k cap plus third vector I cap minus 6j cap plus minus 7k cap. Okay. ഇനി നമ്മൾ എന്താണ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഐന്റെ കമ്പോണൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, ജെന്റെ കമ്പോണൻസ് കെന്റെ കമ്പോണൻസ് ആഡ് ചെയ്യുക. ഇവിടെ ഐന്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്, 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ -1. പിന്നെ ഇവിടെ എന്താണ് 1 ആണ്, ദാറ്റ് ഇസ് 0 ഐ ക്യാപ്. ഓക്കെ, ഇവിടെ -2 +4 എന്ന് പറയുമ്പോൾ അവിടെ ഒരു 2 വരും. ഓക്കെ, +2 വരും അല്ലെ. 2 - 6 എന്ന് പറയുമ്പോൾ -4 j ക്യാപ്. ഓക്കെ, ഇനി അടുത്തത് k മൈനസ് ഇത് 1 ആണ്, 1 - 5 is -4. ഓക്കെ, സോ ഇവിടെ k 1 + 5, that is 1 + 5 is 6. 6 - 7 എന്ന് പറയുമ്പോൾ എന്താണ് -1. ഓക്കെ, that is -k. ഓക്കെ, ഇതാണ് നമ്മുടെ a plus b plus c ന്റെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 7. Find the unit vector in the direction of vector A is equal to I plus j plus 2k. Okay. So നമ്മൾ എന്താ കണ്ടത്, ഇങ്ങനെ ഒരു വെക്ടർ തന്നിട്ടുണ്ട്, അതിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ക്യാപ്പ് വരുന്ന സംഭവം. ഓക്കെ, സോ നമുക്ക് എന്താ കാണുന്നത്, എ ക്യാപ്പ് ആണ് കാണുന്നത്. എ ക്യാപ്പിന്റെ ഇക്വേഷൻ എന്താണ്, എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. ഓക്കെ, സോ വെക്ടർ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ എ തന്നെയാണ്. മോഡുലസ് ഓഫ് വെക്ടർ എ എങ്ങനെയാ കാണുക, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിന്റെ കൂടെ കിടക്കുന്ന അതിന്റെ കൂടെ കിടക്കുന്നത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 4, ദാറ്റ് ഈസ് 4 5 6 റൂട്ട് 6. ഓക്കെ, റൂട്ട് 6 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ എ എന്ന് പറഞ്ഞാൽ ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 2k ക്യാപ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇത് റൂട്ട് 6. നമ്മൾ ഇതിനെ ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതായത് എന്താണ് 1/√6i. ഓക്കെ, പ്ലസ് 1/√6j. ഓക്കെ, പ്ലസ് 2/√6k ക്യാപ്. സോ ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ. അതായത് ഈ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടണം, 1 കിട്ടണം. ഇതായിരുന്നു നമ്മുടെ വെക്ടർ, അതിനെ നമ്മൾ യൂണിറ്റ് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്തു. മീൻസ് എന്താണ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, 1 ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളോട് പറഞ്ഞിട്ടുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ ശരിയാണോ. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എങ്ങനെയാ ചെക്ക് ചെയ്ത് നോക്കുന്നത്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് പറഞ്ഞാൽ 1 ആണോ നോക്കാം. ഓക്കെ, സോ ഞാൻ ഇങ്ങോട്ട് മാറ്റി നോക്കുകയാണ്. മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത് എന്താണ്, റൂട്ട് ഓഫ് എന്താണ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. ഓക്കെ, സോ 1/√6ന്റെ സ്ക്വയർ 1/6 പ്ലസ് ഇത് 1/6 again പ്ലസ് ഇത് 2ന്റെ സ്ക്വയർ 4. ഓക്കെ, സോ 4/6 നമ്മൾ ചെല്ലുമ്പോൾ 4 5 6 6/6. നമുക്ക് ആൻസർ എന്താണ് 1 കിട്ടി, which means that this is a unit vector. Okay, so next question like പോവാം. Next question, question number 8. Find the unit vector in the direction of the vector PQ. അതായത് PQ എന്ന് പറഞ്ഞ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ, where P and Q are points. Okay, P യും Q യും പോയിന്റ്സ് ആണ്, 2 പോയിന്റ്സ് ആണ് P യും Q. അതിലെ P എന്ന് പറഞ്ഞാൽ 1 2 3 യും Q എന്ന് പറഞ്ഞാൽ 4 5 6 ഉം. ഓക്കെ അല്ലേ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാപ്പ്. ഓക്കെ, സോ പി ക്യൂ എന്ന് പറഞ്ഞ വെക്ടറിന്റെ ക്യാപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. പി ക്യൂന്റെ വെക്ടറിന്റെ ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ്, വെക്ടർ പി ക്യൂ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ പി ക്യൂ. ഓക്കെ അല്ലേ, സോ ആദ്യം നമുക്ക് പി ക്യൂ എന്ന് പറഞ്ഞ വെക്ടർ ഇല്ല. എങ്ങനെയാ പി ക്യൂ എന്ന് പറഞ്ഞ വെക്ടർ കണ്ടുപിടിക്കുക, നമുക്ക് പോയിന്റ്സ് ഉണ്ട് P1 2 3 യും. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് 4 5 6 ആണ്. നമ്മൾ കഴിഞ്ഞ പഠിച്ചില്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പി ക്യൂ എന്ന് വെച്ചാൽ എന്താണ്, ക്യൂവിന്റെ എന്താണ്, ക്യൂവിന്റെ പോയിന്റ്സിനെ പിന്റെ പോയിന്റ്സ് കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ 4 - 1 ദാറ്റ് ഈസ് 3i. ഒന്നാമത്തേത്
5 minus 2 വീണ്ടും 3 വരും അല്ലേ 3j. ഓക്കെ 6 minus 3 that is again 3k. സോ ഇതാണ് നമ്മുടെ എന്ത് നമ്മുടെ പി ക്യൂ എന്ന് പറഞ്ഞ വെക്ടർ. ഇനി എന്താ നമുക്ക് ഇതിന്റെ മോഡുലസും കൂടെ കണ്ടേക്കാം. പി ക്യൂന്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് the square plus the square plus the square, that is 3 square plus 3 square plus 3 square. Okay, that is root of 9 plus 9 plus 9. 9 3s are 27 alle root 27. 9 3s are 27. Okay, so എന്താ നമുക്ക് അതും കിട്ടി. ഇനി നമുക്ക് എന്താണ് എല്ലാം കിട്ടിയല്ലോ, നമുക്ക് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. that is equal to vector pq is, where is our vector pq here? 3i, okay, plus 3j, okay, plus 3k divided by root 27. Okay, that is equal to, ഇനി ഞാൻ സെപ്പറേറ്റ് കൊടുക്കാൻ പോവാണ്. 3 by root 27. നമുക്ക് റൂട്ട് 27 ആണെങ്കിൽ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. എന്ത് ചെയ്യാം, റൂട്ട് 27 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മളത് ചെയ്യുക നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. 27 നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. 27 3 9s are 27. ഓക്കെ, വീണ്ടും 3 3s are 9, വീണ്ടും 3 1. ഓക്കെ, സോ ഈ രണ്ട് 3 നമ്മൾ എടുക്കും. ഓക്കെ, രണ്ട് 3യിൽ നിന്നും ഒരു 3 എടുക്കും. ഓക്കെ, രണ്ട് 3യിൽ നിന്നും നമ്മൾ ഒരു 3 എടുക്കും. ബാക്കി റിമൈനിങ് 3 റൂട്ടിന്റെ അകത്ത് പോകും. സോ 3 റൂട്ട് 3 ഇങ്ങനെയാണ്. ഓക്കെ, സിമ്പിൾ ആണ്, നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ആർക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ 3 റൂട്ട് 3 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്താ ഫാക്ടറൈസ് ചെയ്തിട്ട് എടുക്കുന്നത്. സോ 27 റൂട്ട് 27 പകരം ഞാൻ 3 റൂട്ട് 3 എന്ന് എടുക്കാൻ പോവാം. 3 റൂട്ട് 3 കാരണം എന്താണ്, എനിക്ക് 3നെയും 3നെയും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് 3 റൂട്ട് 3. ഓക്കെ, സോ ഞാൻ എന്താണ് ഇവിടെയും 3 റൂട്ട് 3 i പ്ലസ് 3 by 3 root 3 j. Okay, plus 3 by 3 root 3 k. Okay, so ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ പി ക്യൂ ക്യാപ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക്. Question number 9. For given vectors, vector A is equal to 2i minus j plus 2k and b is equal to minus i plus j minus k. Find the unit vectors in the direction of vector a plus b. അപ്പം വെക്ടർ a plus b ന്റെ എന്താണ് യൂണിറ്റ് വെക്ടർ ആണ് കാണുന്നത്. ഓക്കെ, സോ എന്താണ് വെക്ടർ a plus വെക്ടർ b. ഓക്കെ, അപ്പം അതിന് ഞാനിപ്പം ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് വെക്ടർ സി എന്ന് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് വെക്ടർ a plus വെക്ടർ b is equal to വെക്ടർ c. സോ നമ്മൾ എന്താണ് സി ക്യാപ്പ് ആണ് കണ്ടത്. ദാറ്റ് ഇസ് വെക്ടർ സി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ സി. ഓക്കെ അല്ലേ. സോ ഇനി എന്താണ് ആദ്യം നമുക്ക് a is equal to 2i minus j plus 2k and vector b is equal to minus i plus j minus k cap. Okay, so a plus b കാണാം, vector a plus b. Okay, that is equal to vector c എന്നാണ് നമ്മൾ എടുത്തത്. Therefore vector c is equal to എന്താ ആഡ് ചെയ്യാൻ പോവാണ് 2 minus 1. b c ഉണ്ടോ ഇല്ല, a യും b യും മാത്രമേ അല്ലേ. സോ എന്താണ് 2 minus 1, that is 1. 1i, ഇത് 0 വരും സെക്കൻഡ് ടേം. 0j 2 minus 1, that is 1k. സോ ഇതാണ് നമ്മുടെ വെക്ടർ സി. ഇനി മോഡുലസ് ആണ് അല്ലേ, അതായത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്. സോ റൂട്ട് ഓഫ് 1 പ്ലസ് 0 ആണ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട്. നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി, വെക്ടർ സി എന്ന് പറഞ്ഞാൽ ഐ ക്യാപ് പ്ലസ് 0j ക്യാപ്, 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്ലസ് കെ ക്യാപ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ സി, ദാറ്റ് ഈസ് റൂട്ട് 2. 1 by root 2 i plus 1 by root 2 k. ഇതാണ് നമ്മുടെ യൂണിറ്റ്. Question number 10. Find a vector in the direction of the vector 5i minus j plus 2k, okay, which has magnitude 8 units. Okay, so നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കാണണം.
എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 8 ആക്കണം എന്നാണ് നമ്മുടെ ക്വസ്റ്റിന് പറഞ്ഞത്. ഓക്കെ, വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ എ എന്ന് പറഞ്ഞ് എടുക്കാൻ പോകണം. വെക്ടർ എ ഇസ് ഈക്വൽ ടു 5i മൈനസ് ജെ ക്യാപ് പ്ലസ് 2k ക്യാപ്. ഓക്കെ അല്ലേ? ഞാൻ ഇതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പോകണം. ദാറ്റ് ഇസ് അവർ ക്യാപ്. ഓക്കെ, എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. ഓക്കെ അല്ലേ? സോ വെക്ടർ എ ഉണ്ട്, മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ്, ഓക്കെ, റൂട്ട് ഓഫ് 25 പ്ലസ് അല്ലേ ഇതിന്റെ സ്ക്വയർ. ഓക്കെ, അതായത് is equal to root of, okay, 25 plus 1 plus 4. Okay, that is 29 plus 1, that is 30. 25 plus 4 or 29 plus 1, 30. Root 30 എന്ന് കിട്ടും അല്ലേ? സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ കാണുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പം 5i മൈനസ് ജെ ക്യാപ് പ്ലസ് 2k ക്യാപ് ഡിവൈഡഡ് ബൈ റൂട്ട് 30 ഞാൻ എഴുതി. Okay, that is equal to ഇത് 5 by root 30 I. Okay, root 30 നമുക്ക് എന്താണ് ഇനിയും ഷോർട്ട് ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ? പക്ഷെ നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. 5 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ തന്നെ കിടക്കട്ടെ. മൈനസ് ജെ ക്യാപ് ബൈ റൂട്ട് 30, ഓക്കെ, പ്ലസ് 2k ക്യാപ് ബൈ റൂട്ട് 30. ഓക്കെ അല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഈ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് വരിക? 1 ആണ് വരിക. മാഗ്നിറ്റ്യൂഡ് 8 ആക്കുന്ന എങ്ങനെയാണ്? ഇതിന്റെ കൂടെ 8 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ 1, അതിന്റെ കൂടെ 8 മൾട്ടിപ്ലൈ ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് എന്താവും? 8 ആവും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഞാൻ 8 a ക്യാപ് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു ഇത് ഫുള്ള് ഞാൻ എന്താണ് 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 ഇൻറ്റു ദിസ് ഫുൾ വെക്ടർ. ഓക്കെ, സോ 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 5, 8 5 are 40 ബൈ റൂട്ട് 30 I. ഓക്കെ അല്ലേ? മൈനസ്, ഓക്കെ, 8j ബൈ റൂട്ട് 30, ഓക്കെ, പ്ലസ് 8 2 is 16, 16k by root 30. ഇപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായി? 8 ആയില്ലേ? സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് 8 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Show that the vectors 2i minus 3j plus 4k and minus 4i plus 6j minus 8k are collinear. Okay, so ഈ രണ്ട് വെക്ടേഴ്സ് collinear means parallel ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഒന്നാമത്തെ വെക്ടറിനെ വെക്ടർ എ എന്ന് എടുക്കുകയാണ്. സോ എ ഈസ് ഈക്വൽ ടു 2i minus 3j plus 4k എന്ന് എടുത്തു. ഓക്കെ, വെക്ടർ ബി ഈസ് ഈക്വൽ ടു minus 4i plus 6j minus 8k എന്ന് എടുത്തു. ഓക്കെ, ഇനി ഒന്നാമത്തെ വെക്ടറിൽ ഓരോ കമ്പോണൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പോവാണ്. സോ എ എന്ന് പറഞ്ഞ വെക്ടറിൽ ഇതിനെ A1 A2 A3 അങ്ങനെ എഴുതാൻ പോവാണ്. ഓക്കെ, സോ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2. ഓക്കെ, സോ സോറി A1 B1 C1. ഓക്കെ, സോറി A1 B1 C1 അങ്ങനെ എടുക്കണം കേട്ടോ. A1. ഓക്കെ, ഇനി എന്താണ്? B1 എന്ന് പറഞ്ഞാൽ എന്താണ്? -3. ഓക്കെ, C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4. ഓക്കെ, സോ നെക്സ്റ്റ് B1. So A2. Okay, second എന്ന് പറയാം A2 is equal to -4. Okay, and B2 is equal to 6 and C2 is equal to -8. Okay, ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ A1 by A2 നോക്കുക, B1 by B2 നോക്കുക, C1 by C2 നോക്കുക. ഇത് ഈ റേഷ്യോസ് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഈ വെക്ടേഴ്സ് എന്താണ്? കൊളീനിയർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ A1 by A2 എന്ന് പറയുമ്പോൾ 2 by -4 that is equal to 1 by 2 that is -1 by 2. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് B1 by B2 എന്ന് പറയുമ്പോൾ -3 by 6 3 2s are 6 that is again equal to -1 by 2. C1 by C2 എന്ന് പറയുമ്പോൾ 4 by -8 so again it is -1 by
2. സോ എല്ലാം നമുക്ക് എന്താണ് a1 by a2 is equal to b1 by b2 is equal to c1 by c2 എല്ലാം നമുക്ക് എന്താണ് -1 by 2 സെയിം ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. സോ വി ക്യാൻ സേ these vectors are collinear vectors എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 12. Find the direction cosines of vector I cap plus 2j cap plus 3k cap. Okay, so that's നമ്മുടെ question. Direction cosines എന്ന് വെച്ച് കഴിഞ്ഞാൽ direction cosines എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കാണേണ്ടതെന്ന് വെച്ചാൽ coefficients okay of unit vector. Okay, അതായത് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക, അതിന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഡയറക്ഷൻ കോസൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് ആ വെക്ടറിനെ നമുക്ക് എ എന്ന് എഴുതാം. ഓക്കെ, വെക്ടർ എ ഈസ് ഈക്വൽ ടു I പ്ലസ് 2j പ്ലസ് 3k. ഓക്കെ, ഇനി നമ്മൾ എന്താ കാണുന്നത് യൂണിറ്റ് വെക്ടർ ആണ് എ ക്യാപ് ദാറ്റ് ഈസ് ഈക്വൽ ടു vector A divided by vector A divided by modulus of vector A. Okay, so that is equal to I plus 2j plus 3k divided by root of, okay, that is 1 plus 4 plus 9. Okay, 9 plus 1 10, 10 plus 4 14 വരെ റൂട്ട് 14 വരെ അല്ലേ. അപ്പം 1 by root 14 I plus 2 by root 14 j plus 3 by root 14 k. Okay, so ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ. ഇനി എന്താണ് നമ്മുടെ ഡയറക്ഷൻ കോസൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ എന്താണ് കോഎഫിഷ്യൻസ്. ഓക്കെ, സോ എന്താണ് നമ്മൾ എൽ എം എന്നാണ് നമ്മൾ ഡയറക്ഷൻ കോസൈൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എൽ ഇസ് ഈക്വൽ ടു 1 ബൈ, അപ്പം ഇതിന്റെ എന്താണ് 1 ബൈ റൂട്ട് 14. എൽ ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 14. എൽ എം എം ഇസ് ഈക്വൽ ടു എന്താണ് 2 ബൈ റൂട്ട് 14. ഓക്കെ, ആൻഡ് എൻ ഇസ് ഈക്വൽ ടു 3 ബൈ റൂട്ട് 14. ഓക്കെ, എൽ എം എൻ ഇതാണ് ഡയറക്ഷൻ കോസൈൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ വെക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 13. Find the direction cosines of vector. The direction cosines are of vector joining points A and B directed from A to B. So നമുക്ക് ആദ്യം കാണാൻ നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആ രണ്ട് പോയിന്റ്സ് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ ബി എന്ന് പറഞ്ഞ വെക്ടർ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ ഡയറക്ഷൻ കോസൈൻസ് കാണണം. ഓക്കെ, സോ എ ബി എന്ന് പറഞ്ഞ വെക്ടറിന് നമ്മൾ എന്തെടുക്കണം? യൂണിറ്റ് വെക്ടർ കണ്ടിട്ട് അതിന്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? സോ നമുക്ക് എ ബി കാണാം. വെക്ടർ എ ബി എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. എ എന്ന് പറഞ്ഞത് 1 2 -3 ആണെന്ന് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് -1 -2 1 തന്നിട്ടുണ്ട്. ഓക്കെ, സോ എ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക അല്ലെ. സോ -1 ദാറ്റ് ഇസ് -2i. ഓക്കെ, നെക്സ്റ്റ് -2 -4j. 1 -3 ദാറ്റ് ഇസ് 1 + 3 4. ഓക്കെ അല്ലേ? സോ നമുക്ക് വെക്ടർ എ ബി കിട്ടി. ഇനി എന്താണ് വെക്ടർ എ ബിനെ നമ്മൾ യൂണിറ്റ് വെക്ടർ ആണ്. ദാറ്റ് ഇസ് വെക്ടർ എ ബി by modulus of vector AB. Okay അല്ലേ? സോ ഇതാണ് നമ്മുടെ വെക്ടർ എ ബി. -2i -4j plus 4k divided by modulus ആണ്. എന്താണ് modulus? എ ബിന്റെ modulus ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എന്താ 2 square plus 4 square plus 4 square അല്ലേ. 2 square എന്ന് വെച്ചാൽ 4, 4 square again 16, 4 square again 16. So എന്ത് വരും? 16 plus 16 32, 32 plus 4 5 6 36, root 36 that is 6. Okay, 6 എന്ന് കിട്ടും. സോ നമുക്ക് താഴെ എന്ത് കിട്ടി? 6 എന്ന് എഴുതാം. ഓക്കെ, സോ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -2 by 6i
മൈനസ് 4/6j പ്ലസ് 4/6k എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാലോ. 1/3 മൈനസ് 1/3 i, ഓക്കെ, മൈനസ് 2 3 മൈനസ് 2/3j, ഓക്കെ, 2 3 again, okay, plus 2/3k, okay. Direction cosines എന്താണ്? L M N. L എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ കിടക്കുന്നത് മൈനസ് 1/3. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2/3. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3, പോസിറ്റീവ് 2/3. സോ ഇതാണ് നമ്മുടെ L M N. സോ കിട്ടിയില്ല ഡയറക്ഷൻ കോസൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 14, okay? In the question number 14, show that the vector I plus j plus k is equally inclined to axis OX, OY, OZ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഈ വെക്ടർ എക്സ് ആക്സിസ് ആയിട്ടും വൈ ആക്സിസ് ആയിട്ടും Z ആക്സിസ് ആയിട്ടും എന്താണ് ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. മീൻസ് എന്താണ്, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഷുഡ് ബി സെയിം എന്ന് ആണ് നമ്മളോട് ചോദിച്ചത്. അത് നമ്മൾ എന്താണ് ഷോ ചെയ്യുക. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നിട്ടുള്ള വെക്ടറിനെ ഞാൻ എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. സോ എ ഇസ് ഈക്വൽ ടു തന്നിട്ടുള്ള എന്താണ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് വെച്ചാൽ തീറ്റയാണ് കാണേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ എന്താണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ആണ്. ഓക്കെ, സോ മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് റൂട്ട് ഓഫ് ഇതേ പ്ലസ് ഇത് അല്ലേ? സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു √3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? സോ നമുക്ക് എങ്ങനെ എ ക്യാപ്പിനെ എഴുതാം? വെക്ടർ എ ദാറ്റ് ഇസ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് ഡിവൈഡഡ് ബൈ √3. ഓക്കെ, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1/√3 i cap plus 1/√3 j cap plus 1/√3 k cap. ഇതാണ് നമ്മുടെ എ ക്യാപ്പ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താണ് ഡയറക്ഷണൽ കൊസൈൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് ഡയറക്ഷണൽ കൊസൈൻസ് L M N, കോഎഫിഷ്യന്റ് ഓഫ് യൂണിറ്റ് വെക്ടർ അല്ലെ? സോ ഞാൻ എന്താണ് L is equal to എവിടെ L എന്താ? L ന്റെ വാല്യൂ എന്താണ്? 1/√3. ഓക്കെ, സോ 1/√3 ആണ്. This can be written as cos theta. ഓക്കെ, സെയിം എല്ലിനെ നമുക്ക് cos theta എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വേർ എന്താണ് തീറ്റ എന്താണ് നമ്മൾ പറയുന്നത്? ആംഗിൾ വിത്ത് എക്സ് ആക്സിസ്. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ വിത്ത് എക്സ് ആക്സിസ്. ഓക്കെ, സോ എല്ലിന്റെ വാല്യൂ 1/√3. സോ 1/√3 is equal to cos theta. അപ്പൊ തീറ്റ എന്താണ്? cos ഇൻവേഴ്സ് 1/√3 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ നമുക്ക് തീറ്റന്റെ വാല്യൂ cos ഇൻവേഴ്സ് 1/√3. തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ആംഗിൾ വിത്ത് എക്സ് ആക്സിസ്. സോ ആംഗിൾ വിത്ത് എക്സ് ആക്സിസ് എന്താണ്? cos ഇൻവേഴ്സ് 1/√3 അല്ലെ? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതുപോലെ തന്നെ നമുക്ക് ആംഗിൾ വിത്ത് വൈ ആക്സിസും ആംഗിൾ വിത്ത് സെഡ് ആക്സിസും കണ്ടുപിടിക്കണം. ഇത് മൂന്നും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ വെക്ടർ മൂന്ന്, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ആയിട്ട് സെയിം ആംഗിൾ ആണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ആംഗിൾ വിത്ത് വൈ ആക്സിസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഓക്കെ, അപ്പം നമ്മുടെ വെക്ടറിൽ അടുത്തത് M is equal to also M is equal to L M N മൂന്നും 1/√3 അല്ലേ? സോ L M is equal to 1/√3. ഓക്കെ, സോ ഇതിന് നമ്മൾ എന്താണ് എഴുതുന്നത്? cos beta എന്നാണ് എഴുതുന്നത്. cos beta. This can be substituted with cos beta. ഓക്കെ, അതിനകത്തുള്ള ബീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ബീറ്റ is equal to angle with y axis. Okay, so എന്താണ്? 1/√3 is equal to cos beta. Therefore beta is equal to cos inverse 1/√3. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? L M N അല്ലെ? N എന്ന് വെച്ചാൽ എന്താണ്?
n is equal to 1/√3 തന്നെയാണ്. ഇതിനെ നമ്മൾ എഴുതുന്നത് കോസ് ആൽഫ. കോസ് ആൽഫ. ഓക്കെ, അതിനകത്തിലെ ആൽഫ എന്ന് വെച്ചാൽ എന്താണ്? ആംഗിൾ വിത്ത് z ആക്സിസ്. ആംഗിൾ വിത്ത് z ആക്സിസ്. ഓക്കെ, ആംഗിൾ വിത്ത് z ആക്സിസ് ആണ്. സോ എന്താണ് നമുക്ക് കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 1/√3. therefore ആൽഫ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/√3. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്താണ് ആംഗിൾ വിത്ത് എക്സ് ആക്സിസും ആംഗിൾ വിത്ത് വൈ ആക്സിസും. ഇതായിരുന്നു ആംഗിൾ വിത്ത് എക്സ് ആക്സിസ് അല്ലേ? ഇതായിരുന്നു ആംഗിൾ വിത്ത് വൈ ആക്സിസ്. ഇതാണ് ആംഗിൾ വിത്ത് z ആക്സിസ്. മൂന്നും എന്താണ്? കോസ് ഇൻവേഴ്സ് 1/√3 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ലേ? ഇറ്റ് മേക്സ് ദിസ് വെക്ടർ ഇസ് ഈക്വലി ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ് OX, OY, OZ. Therefore, theta is equal to beta is equal to alpha. Okay, so നമുക്ക് next question ലേക്ക് പോകാം. Question number 15. Find the position vector of a point R which divides the line joining two points P and Q, whose position vectors are I plus 2j minus k and minus I plus j plus k in the ratio 2:1 externally and internally. First is internally, then externally. Okay, so നമുക്ക് കാണുന്നത് find the position vector of a point R which divides the line joining two points P and Q. അതായത് രണ്ട് പോയിന്റ്സ് ഉണ്ട്, P യും Q യും. ഓക്കെ, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ എന്താണ്? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് ആർ വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ ജോയിനിങ് ടു പോയിന്റ്സ് പി ആൻഡ് ക്യൂ. ഓക്കെ, അതിന്റെ പൊസിഷൻ വെക്ടേഴ്സും തന്നിട്ടുണ്ട്. പി ഇൻറ്റു ഐ പ്ലസ് 2j പ്ലസ് മൈനസ് കെ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് കെ ക്യാപ്. ഓക്കെ അല്ലേ? ഇനി ഇൻ ദ റേഷ്യോ 2:1, അതായത് ഈ ആർ ഇതിനെ എന്താണ് ഡിവൈഡ് ചെയ്യുന്നതിന്റെ റേഷ്യോ എന്താണ്? 2:1 റേഷ്യോയിലാണ് ആർ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്? കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ. അതായത് ഈ ആറിന്റെ പൊസിഷൻ വെക്ടർ കാണണം. ഇഫ് ഇറ്റ് ഡിവൈഡ്സ് ഇന്റേണലി ആൻഡ് ഇഫ് ഇറ്റ് ഡിവൈഡ്സ് എക്സ്റ്റേണലി. സോ എന്താണ് നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇഫ് ഇറ്റ് ഇസ് ഡിവൈഡിങ് ഇന്റേണലി, സോ ഫസ്റ്റ് നമുക്ക് ഇന്റേണലി നോക്കാം. ഓക്കെ, ഇന്റേണലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആർ എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ? സോ നമ്മൾ ഒ ആർ എന്ന് പറഞ്ഞ വെക്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഒറിജിൻ. ഓക്കെ, സോ ഒ ആർ എന്ന് പറഞ്ഞ വെക്ടർ കണ്ടുപിടിക്കാണ്. എം ബി പ്ലസ് എൻ എ ഡിവൈഡഡ് ബൈ m plus n. Okay, so if it is divided internally, this is our equation. Okay, that is mb plus na divided by m plus n. ഇതിനകത്തിലെ m ഉം n ഉം എന്താണ്? 2 ഉം 1 ഉം. അതായത് നമ്മുടെ റേഷ്യോസ് ആണ്. മനസ്സിലായല്ലോ? b വെക്ടറും a വെക്ടറും. ഇതിനകത്തിലെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ വെക്ടർ, രണ്ടാമത്തെ വെക്ടർ ആണ് b എന്ന് പറഞ്ഞ വെക്ടർ. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇനി ചെയ്യാം. ഒന്നാമത് നമുക്ക് ഇന്റേണലി ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇതൊന്ന് റബ്ബ് ചെയ്യാണ്. ഞാനിവിടോട്ട് എ വെക്ടർ എന്ന് പറഞ്ഞിട്ട് ഇതാണ് വെക്ടർ എ ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ വെക്ടർ എ, ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് മൈനസ് കെ ക്യാപ്. ആൻഡ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇന്റേണലി. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു എം ബി പ്ലസ് എൻ എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ ആണ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് നോക്കാം. എം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫസ്റ്റ് പോയിന്റ് 2:1 2 ആണ്. സോ 2 ഇൻറ്റു ബി, ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെക്ടർ ആണ്, മൈനസ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. ഓക്കെ, പ്ലസ് എൻ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, 2:1 1. എ ഐ ക്യാപ്
plus 2j cap minus k cap. Okay അല്ലേ? Divided by m plus n എന്ന് പറഞ്ഞാൽ 2 plus 1. Okay അല്ലേ? സോ ഇനി ഞാൻ ഈ 2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. മൈനസ് 2i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 2k ക്യാപ്. ഓക്കെ, പ്ലസ് i ക്യാപ് പ്ലസ് 2j ക്യാപ് മൈനസ് k ക്യാപ് the whole divided by 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എവിടെയൊക്കെ ഐ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു മൈനസ് 2iയും വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഐയും വന്നിട്ടുണ്ട്. സോ മൈനസ് 2 പ്ലസ് 1 ദാറ്റ് ഈസ് മൈനസ് 1. സോ മൈനസ് ഐ ക്യാപ്. ഇനി എന്താണ് j, 2 പ്ലസ് 2 4 പ്ലസ് 4j. ഓക്കെ, പ്ലസ് 2 മൈനസ് 1 ദാറ്റ് ഈസ് 1k ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. therefore OR is equal to, vector OR is equal to minus 1 by 3 I plus 4 by 3 j plus എന്താ 1 by 3 k. So ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെക്ടർ ഇഫ് ഇറ്റ് ഇസ് ഡിവൈഡിങ് ഇന്റേണലി. നെക്സ്റ്റ് നമ്മൾ എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇനി എന്താ നമുക്ക് എക്സ്റ്റേണലി കണ്ടുപിടിക്കണം അല്ലേ? സോ സെക്കൻഡ് എന്താണ് എക്സ്റ്റേണലി. എക്സ്റ്റേണലിയുടെ ഇക്വേഷൻ എന്താണ്? OR വെക്ടർ OR is equal to, മറ്റേതുപോലെ തന്നെയാണ്, സൈൻ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഓക്കെ, എം പി ഇവിടെ മൈനസ് വരും, മൈനസ് എൻ എ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ. ഓക്കെ, സോ എന്താണ് എം നമുക്കറിയാം, എം എന്ന് പറഞ്ഞാൽ എന്താണ് 2 ഇൻറ്റു വെക്ടർ ബി മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് k. ഓക്കെ, മൈനസ് n എന്ന് വെച്ചാൽ 1 ആണ്, വെക്ടർ a i പ്ലസ് 2j മൈനസ് k ഡിവൈഡഡ് ബൈ m മൈനസ് n ദാറ്റ് ഇസ് 2 മൈനസ് 1. ഓക്കെ, ഇനി ഞാൻ 2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്, മൈനസ് 2i പ്ലസ് 2j പ്ലസ് 2k മൈനസ് i മൈനസ് 2j പ്ലസ് k divided by 1. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനി സിംപ്ലിഫിക്കേഷൻ്റെ ഇതാണ്. ഇവിടെ മൈനസ് 2 ഉണ്ട്, മൈനസ് 1 ഉണ്ട്. സോ മൈനസ് 2 മൈനസ് 1 ഇസ് മൈനസ് 3 അല്ലേ? സോ മൈനസ് 3i. ഓക്കെ, സോ ഇവിടെ എന്താണ് 2jയും മൈനസ് 2jയും ദാറ്റ് ഇസ് 0 അല്ലേ? പ്ലസ് 0j 2 പ്ലസ് 1 3 പ്ലസ് 3k ഡിവൈഡ് ബൈ 1 ആണ്. സോ ഇതാണ് നമ്മുടെ OR വെക്ടർ. സോ നമുക്ക് എക്സ്റ്റേണലും കിട്ടി, ഇന്റേണലും കിട്ടി. സോ നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. Find the position vector of the midpoint of the vector joining the points P and Q. Okay, so നമുക്ക് പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ജോയിനിങ് ദ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ P, ഇത് നമ്മുടെ Q പോയിന്റ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാണ്. സോ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 3 4 ആണ് നമ്മുടെ പോയിന്റ്സ്. ഇവിടെ നമ്മുടെ എന്താണ് 4 1 മൈനസ് 2 ആണ് നമ്മുടെ പോയിന്റ്. ഇവിടെ പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്ടറിനെ എങ്ങനെ എഴുതാം? ഇതിൽ ഐയും ജെയും കെയും ഇട്ട് നമുക്ക് വെക്ടർ ആക്കി എഴുതാമല്ലോ, പൊസിഷൻ വെക്ടർ. അതായത് ഇവിടുത്തെ വെക്ടർ എന്തായിരിക്കും? 2i പ്ലസ് 3j പ്ലസ് 4k. ഓക്കെ അല്ലേ? സോ ഇവിടുത്തെ വെക്ടർ എന്തായിരിക്കും? 4i പ്ലസ് j മൈനസ് 2k. ഓക്കെ, അപ്പൊ ഇതായിരിക്കും ഇവിടുത്തെ പൊസിഷൻ വെക്ടർ, ഇതായിരിക്കും ഇവിടുത്തെ പൊസിഷൻ വെക്ടർ. പോയിന്റ്സ് എന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ വെക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ മിഡ് പോയിന്റ് കറക്റ്റ് സെന്ററിലെ ഒരു പോയിന്റ് ആണെന്ന് വെച്ചു, ആറിൽ പറഞ്ഞ പോയിന്റ്. ഇപ്പൊ ഇവിടുത്തെ പൊസിഷൻ വെക്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. ഇത് മിഡ് പോയിന്റിലാ എന്ന് തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? ഒരു വെക്ടർ, അതായത് ഒരു പോയിന്റ് മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ലൈനിനെ എങ്ങനെയായിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നത്? 1:1 റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് കാണാമല്ലോ, ഈ പൊസിഷൻ വെക്ടർ കാണാമല്ലോ. എങ്ങനെയാ OR കാണുക? OR is equal to MP plus NA divided by M plus N.
ഓക്കെ, അത് ചെയ്താൽ പോരെ, നമുക്ക് കിട്ടത്തില്ലേ. അപ്പൊ എം എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ എ ഇതാണ് എ. ദിസ് ഈസ് എ വെക്ടർ എ ആൻഡ് ദിസ് ഈസ് എ വെക്ടർ ബി. ഓക്കെ, സോ എം 1 ആണ്, ബി ഈസ് 4i പ്ലസ് ജെ മൈനസ് 2k. ഓക്കെ, പ്ലസ് എൻ വീണ്ടും 1 ആണ്, എ എന്ന് പറഞ്ഞാൽ ഇതാണ് വെക്ടർ 2i പ്ലസ് 3j പ്ലസ് 4e divided by n plus n means 1 plus 1. Okay, so നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4ഉം 2 4 5 6 ആയി. ഓക്കെ, ഇവിടെ 1j 3 4. ഓക്കെ, ഇവിടെ -2 plus 4 that is plus 2k divided by 2 ആണ്. സോ ഇതിനെ എല്ലാത്തിനും നമുക്ക് 2 വെച്ച് ഇതിനെ സിംപ്ലിഫൈ ചെയ്തുകൂടെ? സിംപ്ലിഫൈ ചെയ്യാമല്ലോ. സോ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ വരും? 2 3s are 6, 3i 2 2s are 4 പ്ലസ് 2j 2 1 is 2 പ്ലസ് a. സോ ഇതാണ് നമ്മുടെ വെക്ടർ ഒ ആർ. സോ നമുക്ക് കിട്ടിയില്ലേ വെക്ടർ? സോ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ആദ്യം എന്താണ് നിങ്ങൾക്ക് പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. പോയിന്റ്സിനെ വെച്ചിട്ട് അവിടുത്തെ പൊസിഷൻ വെക്ടർ, അവിടുത്തെ പോയിന്റ്സ് ഇതാണ് നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് വെക്ടർ ഉണ്ടാക്കാം രണ്ട് സൈഡിലും. പിന്നെ പറഞ്ഞിട്ടുണ്ട് മിഡ് പോയിന്റിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡിവൈഡ്സ് ഇൻ ദ റേഷ്യോ 1:1. ഓക്കെ, സോ നമുക്ക് എന്താണ് പിന്നെ നമുക്ക് വെക്ടർ ആർ കണ്ടുപിടിച്ചോണ്ട് ദിസ് ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ മിഡ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 17. Show that points A, B and C with position vectors A is equal to 3i cap minus 4j cap minus 4k cap, B is equal to 2i cap minus j cap plus k cap, and C is equal to i cap minus 3j cap minus 5k cap form the vertices of a right angled triangle. അതായത് ഇതെല്ലാം കൂടെ ഫോം ചെയ്ത് ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പം നമുക്ക് കിട്ടുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മൾ എങ്ങനെയാ പ്രൂവ് ചെയ്യുക? നമുക്കറിയാം ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ ഒരു റഫ് ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇതാണ് എൻ്റെ റഫ് ട്രയാങ്കിൾ. ഓക്കെ, സോ ദിസ് റഫ് ട്രയാങ്കിൾ ഞാൻ ABC പേര് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇഷ്ടമുള്ള പേര് കൊടുത്തു, ABC എന്നൊരു പേര് കൊടുത്തു. ഓക്കെ അല്ലേ? സോ ഞാൻ പറയാണ്, ഞാൻ അസ്യൂം ചെയ്യാണ് ലെറ്റ് ഇറ്റ് ബി റൈറ്റ് ആംഗിൾഡ് അറ്റ് B. ഓക്കെ, ഇനി ഞാൻ എൻ്റെ വെർട്ടീസസ് എഴുതാൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? വെക്ടർ A that I am writing here 3i minus 4j minus 4k. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇത് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്, ദാറ്റ് ഈസ് A. ഓക്കെ, ഇനി എന്താണ്? ബി. ഇത് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് 2i minus j plus k. ഇനി അടുത്തത് C. I minus 3j minus 5k. ഓക്കെ, ഇത് മൂന്നും ഞാൻ 3 വെർട്ടെക്സിൽ എഴുതി. ഇനി എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് എന്ത് വേണം? എ ബിയുടെ ഡിസ്റ്റൻസ് വേണം, ബിസിയുടെ ഡിസ്റ്റൻസ് വേണം, എസിയുടെ ഡിസ്റ്റൻസ് വേണം. 3 ഡിസ്റ്റൻസും കിട്ടിയാൽ മാത്രമേ എന്താണ് നമുക്ക് എന്താണ് അതിന്റെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. അപ്പൊ എന്താണ് ഇവിടെ ആദ്യം എ ബി കാണാൻ പോവാണ്. എ ബി എങ്ങനെയാ കാണുക? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എ ബി കാണുമെങ്കിൽ ബി മൈനസ് എ ആണ്. ഇത് ബിന്റെ കമ്പോണൻസിനെ എന്റെ കമ്പോണൻസോടാണ് നമ്മൾ എന്താണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എ ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് വെക്ടർ ബിന്റെ കമ്പോണൻസ് വെക്ടർ എന്റെ കമ്പോണൻസ് കൊണ്ട് എന്താണ് നിങ്ങൾ എന്താണ് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ഞാൻ എന്താണ് ഫസ്റ്റ് എന്താണ് എഴുതാൻ പോവാണ്. സോ 3i a ഇസ് ഈക്വൽ ടു, നമുക്ക് സ്റ്റെപ്പ് വൈസ് എഴുതാം. a ഇസ് ഈക്വൽ ടു 3i minus 4j minus 4k. Vector B is equal to 2i minus j plus k. And C is equal to I minus
3j minus 5k. ഇനി ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? എ ബി കണ്ടുപിടിക്കാൻ പോവാണ്. എ ബി കണ്ടുപിടിക്കാൻ ദിസ് മൈനസ് ദിസ്. ഓക്കെ, ഇവിടുന്ന് 2 minus 3 is -1. ദാറ്റ് ഈസ് മൈനസ് ആർ. -1 minus -4 എന്ന് പറയാം. -1 plus 4. -1 plus 4 that is 3. Okay, so നമുക്ക് 3 കിട്ടി plus 3j. 1 minus -4 that is 1 plus 4 5. Okay, plus 5k. ഇതാണ് നമ്മുടെ എ ബി. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അടുത്തത് ബി സി കണ്ടുപിടിക്കാം. ബി സി കണ്ടുപിടിക്കാൻ എന്താണ്? ഇതും കൊണ്ട് മൈനസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എന്താണ്? 1 ആണ്. 1 minus 2 is -1. That is minus I. -3 minus -1. -3 minus -1 -3 plus 1 that is -2. -2j. Okay, ഇനി അടുത്തതാണ് -5 -1 that is -6k. അപ്പൊ നമുക്ക് ബി സി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? AC, അതായത് 1 minus 3 that is -2i, -3 minus -4 that is -3 plus 4 that is 1 plus j. ഇനി എന്താണ്? -5 minus -4 that is plus 4 minus k. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ഇത് മൂന്നും കിട്ടി. എ ബി കിട്ടി, ബി സി കിട്ടി, എ സി കിട്ടി. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാലേ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? സോ ഞാൻ മാഗ്നിറ്റ്യൂഡ് കാണാൻ പോവാണ്. സോ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? മോഡുലസ് എ ബി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. That is root of 1 plus 9 plus 25. Okay, so 25 plus 10 that is 35. That is root 35 ആണ് നമുക്ക് കിട്ടി. എ ബിന്റെ മാഗ്നിറ്റ്യൂഡ്. സോ നെക്സ്റ്റ് ഞാൻ ബി സിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പോവാണ്. That is root of 1 square plus 2 square plus 6 square. So 1 square plus 2 square plus 6 square. Okay, that is equal to root of 1 plus 4 plus 36. 36 plus 4, 40. 40 plus 1 is 41. So that is root 41. Okay, next ഇതിന്റെ കണ്ടുപിടിക്കാൻ പോവാം. AC. Root of 2 square plus 1 square plus 1 square. That is root of 4 plus 1 plus 1, 4 plus 5 plus 1, 6. Root 6 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇത് ഈ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. അതായത് എ ബി ബി സി എ സി കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് എന്താണ്? ഇതിനെ സ്ക്വയർ ചെയ്താൽ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? therefore ബി സിനെ സ്ക്വയർ ചെയ്ത വെക്ടർ ബി സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? എ ബിന്റെ സ്ക്വയർ പ്ലസ് എ സിന്റെ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, സോ ബി സി എന്ന് വെച്ചാൽ എന്താണ്? റൂട്ട് 41. റൂട്ട് 41ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി ഇസ് റൂട്ട് 35 സ്ക്വയർ പ്ലസ് റൂട്ട് 6 സ്ക്വയർ. ഓക്കെ, സോ കിട്ടിയില്ലേ? സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ബി സി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ ജസ്റ്റ് ഒരു റഫ് ഫിഗർ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഇസ് റൈറ്റ് ആംഗിൾ ഡാറ്റ എവിടെയാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ എന്തായിരിക്കും കറക്റ്റ് ഫിഗർ? എന്തായിരിക്കും? നമുക്കിത് സോൾവ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ബി സി ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് മനസ്സിലായി. സോ എന്താണ്? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ആ വരുന്ന ഫിഗർ, സോ കറക്റ്റ് ആയിട്ട് വരുന്ന ഫിഗർ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ട്രയാങ്കിൾ കറക്റ്റ് ആയിട്ട് വരിക? ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ബി സി ആണ്. ഇതായിരിക്കും ഇവിടെ ആയിരിക്കും റൈറ്റ് ആംഗിൾ. ഓക്കെ, സോ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. സോ ദിസ് ഇസ് ആർ കറക്റ്റ് ട്രയാങ്കിൾ.
സോ ഇങ്ങനെയാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? വെർട്ടെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ പോയിന്റിൽ എന്താണ് ഓരോ വെർട്ടെക്സിലെ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് എ ബിന്റെ ഡിസ്റ്റൻസ്, ബി സിൻ്റെത്, എ സിൻ്റെത്, അത് മൂന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എ ബി കണ്ടുപിടിച്ചു, ബി സി കണ്ടുപിടിച്ചു, എ സി കണ്ടുപിടിച്ചു. പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ നമുക്കിത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. Okay, so students, if you like my videos, please like, share and subscribe my channel. Thank you.